അപ്പോൾ എല്ലാവർക്കും മാറ്റി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും നല്ല സ്പോട്ടിൽ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കുന്നത്? അപ്പോൾ നിങ്ങൾ തന്നെ കേട്ട് നോക്ക്. ഇതാണ് ഇന്ന് നമ്മൾ മാറ്റി ഫിഷിങ് ചെയ്യാൻ പോകുന്ന സ്പോട്ട്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാസ്റ്റിങ്ങാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെ കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പതുക്കെ വെച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐറ്റം മിസ്സായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ വലിക്കുന്നത്. എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോ ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഈ കാശിയിൽ കിട്ടിയത് ഒരു ചെറിയ നെട്ടും ബോൾട്ടും ഉണ്ട്. ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലത്തെ 2 ഐറ്റം കൂടി വരുന്നത്. പിന്നെ കുറേ മാറ്റിൻ്റെ പൊടികൾ. എന്ത് മാറ്റിൻ്റെ പൊടികളാണ് ഇവിടെ നിറച്ച്. ഇതാണ് നമുക്ക് കിട്ടിയ ഐറ്റം. കണ്ടിട്ട് അധികം പഴക്കമില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു ഹെവി ഐറ്റമാണ് നമുക്ക് ഇതൊക്കെ. നിറയെ മാറ്റിൻ്റെ പൊടികൾ. ഇത് കണ്ടില്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വെള്ളത്തിൽ വന്നു എന്നൊന്നും അറിയത്തില്ല. എന്തേലും പുഴയുടെ പ്രതിഭാസമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. നമുക്ക് ഈ സ്പോട്ട് വന്നിട്ട് വെറുതെ ആയില്ല. കണ്ടോ, സ്പോട്ട് കണ്ടോ, അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. അടിഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഇട്ട് നോക്കിയാലോ. എന്തെങ്കിലും ഹെവി ഐറ്റം കൂടെ ഒളിച്ചിരിപ്പുണ്ടല്ലോ. ഇവിടെ അധികം ആളുകളൊന്നും അങ്ങനെ വരാറില്ല. നമുക്ക് പണി കിട്ടിയോ? ഇല്ല. ചെറുതായിട്ട് മാറ്റൊന്ന് ഉടക്കിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മാറ്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കല്ലേ. എന്താണെങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി കൊള്ളാം അല്ലേ. ഈ കാസ്റ്റിങ്ങിലും കിട്ടി എന്തോ ഒരു വെറൈറ്റി ഐറ്റം. ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുള്ള എന്തോ ഇതിൻ്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നു. ദ്രവിച്ച 2 പീസുകളാണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ നിറയെ മാറ്റിൻ്റെ പൊടികൾ. ഈ ഐറ്റം എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. എന്തോ ഹെവി ഐറ്റം ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കില്ല. നമുക്ക് തന്നെ പണി കിട്ടും. നമ്മുടെ മാറ്റിൽ നിറയെ മാറ്റിൻ്റെ പൊടികളാണ്. ഒരുപാടുണ്ടെന്ന് തോന്നുന്നു ഈ വെള്ളത്തിനടിയിൽ. അപ്പോൾ ഈ ഐറ്റമാണ് നമുക്ക് ഇതുപോലത്തെ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ഒരുപാട് തവണ കാശ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ കിട്ടുന്നത്. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-20 തവണയെങ്കിലും നമ്മൾ കാശ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ 2 ഐറ്റം കിട്ടാനായിട്ട്. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് പിന്നെയും കാശ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമല്ലേ പ്രകൃതിയുടെ സൗണ്ടും വെള്ളത്തിൻ്റെ ഒഴുക്കും കേൾക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കേട്ട് നോക്ക്. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് നമ്മുടെ മാറ്റി നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കുഞ്ഞൊരു വാഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിറയെ മാറ്റിൻ്റെ പൊടികളും. ഒരു ചെറിയ വാഷാണ്. അത്യാവശ്യം നല്ല വഴക്കമുണ്ടെന്ന്. എന്താണെങ്കിലും ഈ കുഞ്ഞ് ഐറ്റങ്ങളൊക്കെ നമുക്കൊരു ഹെവി ഐറ്റങ്ങളാണ്. ഇത്രയും വെള്ളത്തിനിടയിൽ നിന്ന് നമ്മുടെ മാറ്റ് ഇങ്ങനെ ഐറ്റം പൊക്കിയെടുത്തോണ്ട് പറഞ്ഞാൽ അതിൻ്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ചെറിയൊരു വാഷാണ് നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ ഈ വെള്ളത്തിനിടയിൽ കിട്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.